ഇപ്പോൾ മിക്ക സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ആഡുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു എഫക്റ്റാണ് ദേ ഈ കാണുന്നത്. എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ പുറകിലായിട്ട് ടെക്സ്റ്റ് വരും. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഔട്ടർ ലൈനായിട്ട് ആ ടെക്സ്റ്റ് തന്നെ കാണുന്ന രീതിയിൽ ഇങ്ങനൊരു എഫക്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ നിങ്ങൾ ഈ കാണുന്ന ഇങ്ങനെ ബാക്കിൽ ടെക്സ്റ്റ് എവിടെ വേണോ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എഫക്റ്റ് കണ്ടല്ലോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഫോട്ടോഷോപ്പിൽ ചെയ്യാം. അതെങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വാ വീഡിയോയിലോട്ട് പോവാം. കുറച്ചു മുമ്പ് നിങ്ങൾ കണ്ട ആ ഒരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ദേ ഈ ഒരു ഫോട്ടോയിൽ നിന്നാണ്. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഓൺലൈനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അൺസ്പ്ലാഷ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. ഇതാണ് അതിൻ്റെ ക്രെഡിറ്റ്. ഇവരാണ് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സബ്ജക്റ്റിനെ ഒന്ന് മാസ്ക് ചെയ്തെടുക്കണം. അതായത് ഈ സബ്ജക്റ്റിനെ സെപ്പറേഷൻ ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് എന്നതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ടോപ്പിൽ കാണുന്ന സെലക്റ്റിൽ വന്നിട്ട് ഇവിടെ സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോഷോപ്പ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെലക്ഷൻ സബ്ജക്റ്റിനെ ഫൈൻഡ് ചെയ്ത് അതിൻ്റെ ചുറ്റും തന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ വീണ്ടും ഒന്നുകൂടി സെലക്റ്റിൽ പോയതിന് ശേഷം സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇത് ആൾട്ട് കൺട്രോൾ R പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ഷോർട്ട് കീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നല്ല കിടിലമായിട്ട് കട്ട് ചെയ്തെടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മാറ്റാൻ പറ്റും. കാരണം നമ്മളിത് മാസ്ക് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനിടയിൽ താഴെ വന്നിട്ട് ഇവിടെ എൻ്റെ സ്ക്രീനിലിവിടെ കാണാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു ലെറ്റർ കിടപ്പുണ്ട്, ഈ വിൻഡോസിൻ്റെ ആക്ടിവേഷൻ കിടക്കാണ്. ഇവിടെ താഴെ വന്നാൽ ഔട്ട്പുട്ട് ടു എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെയർ മാസ്ക് എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ട്. അത് നമുക്ക് മായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ആ മാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രഷ് എടുക്കുക, ബ്രഷ് ടൂൾ എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് ഫ്ലോ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഹാർഡ്നെസ് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. ഒരുപാട് കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം ലെവലിന്. അത് നിങ്ങളുടെ ഫോട്ടോസ് അനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ മാറും കേട്ടോ. എന്നിട്ട് ബ്രഷ് നമ്മുടെ ഇതിന് സൈസ് അനുസരിച്ച് ചെറുതാക്കി വയ്ക്കുക. എന്നിട്ട് കുറച്ചും കൂടി നമ്മൾ സൂം ചെയ്യുകയാണ്. ആൾട്ട് ഞെക്കി പിടിച്ച് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് സൂം ആയിക്കോളും കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ തിരിച്ച് ഫോർഗ്രൗണ്ടിൽ ബ്ലാക്ക് ആക്കുക കേട്ടോ. അതിന് എക്സ് പ്രസ് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കളർ മാറും. കണ്ടോ, ഇവിടെ മാറുന്നുണ്ടോ? ബ്ലാക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി, അപ്പോഴത്തേക്ക് അതങ്ങ് പൊക്കോളും. കണ്ടോ, നല്ല സൂം ചെയ്ത് വെച്ചിട്ട് ചെയ്താലേ ഞാനിതിപ്പോൾ ഒന്ന് ഓർഡർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടിയൊക്കെ ബ്രഷിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതാക്കിയൊക്കെ ചെയ്താൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതിനെ വരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഒരുവിധം ഒന്ന് ഇങ്ങനെ ഓടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അതങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി സൂം ഔട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ. പക്കയായിട്ട് ഫോട്ടോഷോപ്പ് അത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് മാറ്റാൻ പോവുകയാണ്. അതിന് കൺട്രോൾ ന്യൂ അടിക്കുക, അതായത് കൺട്രോൾ N പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഒരു A4 സൈസിന് ക്രിയേറ്റ് ചെയ്യാം. A4 സൈസ് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ച് സൈസിൽ ഇവിടെ നിങ്ങൾക്ക് തന്നെ കൊടുക്കാം, മാറ്റി കൊടുത്താൽ മതി. ഇതൊക്കെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്, അതൊക്കെ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ A4 സൈസിൻ്റെ നമുക്ക് തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡലാണ് വേണ്ടത്. ലാൻഡ്സ്കേപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് വിത്തും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയിക്കോളും. എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് A4 തിരിച്ചിട്ടാണ് ഒരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാസ്ക്, ഈ ഒരു ലെയറിനെ മാസ്ക് ചെയ്ത് വെച്ചിട്ടുള്ള ലെയറിനെ പതുക്കെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് വിടുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള അളവിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് പക്ക പെർഫെക്ഷൻ ഒന്നും വരുത്താൻ നോക്കുന്നില്ല. എൻ്റർ പ്രസ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് എത്ര പെർഫെക്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ വേറെ ഏതെങ്കിലും കളർ ഇടുമ്പോൾ ചിലപ്പോൾ എടുത്ത് കാണിക്കാം, മേ ബി. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഇതൊന്നും ഞെക്കിയിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. കൺട്രോൾ U പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ U പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു
ഹ്യൂ സാച്ചുറേഷൻ്റെ ഒരു പാനൽ ഓപ്പണായി വരും. കളറൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈറ്റ്നെസ് കുറച്ചൊന്നിങ്ങനെ കുറച്ച് വയ്ക്കുക, അപ്പോൾ തന്നെ കളർ മാറി വരുന്ന കാണാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. ഞാനിത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇരിക്കട്ടെ, ഇത് മതി, ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുകയാണ്. ഒരു ഒലീവ് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ. ഞാൻ അത് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് സാച്ചുറേഷൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടാം. ഞാൻ ജസ്റ്റ് ഇത് മതി, എനിക്കിത് മതി, ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യാണ്. ഇത് ചൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ കൂടി ഉണ്ട്. നമ്മളിത് കട്ട് ചെയ്തെടുത്താലും നിങ്ങൾ ഇത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ഗ്രീനിഷ് ഒന്ന് നമ്മുടെ ഷർട്ടിലും എല്ലായിടത്തും ഒന്ന് ബ്ലെൻഡായി കിടപ്പുണ്ട്. കണ്ടോ, ഈ ക്യാപ്പിൻ്റെ ഇവിടെയും ഈ ഷർട്ടിലൊക്കെ. അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നാച്ചുറലി വന്ന് കയറുന്ന ലൈറ്റാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ 100 വഴികളുണ്ട്, ഒരുപാട് വഴികളുണ്ട് കേട്ടോ. പക്ഷേ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കാൻ മെനക്കെടണ്ട. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇഷ്ടത്തിന് കളർ ചൂസ് ചെയ്യാമെങ്കിൽ അതുമായിട്ട് മെർജായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കളർ എടുക്കാം. ഞാൻ ഇവിടെ ഒലീവ് ഗ്രീൻ എടുത്തു. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഹൈഡായി പോകുന്നതായിട്ട് കണ്ടോ, ഇത് ശ്രദ്ധിക്കില്ല, കണ്ടോ, ഇപ്പം കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് വലുതായിട്ട് അത് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ എടുത്തു. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇടാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും ചെയ്തല്ലോ. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റം ടെക്സ്റ്റ്, അതിനൂടെ ടെക്സ്റ്റ് ടൂളുണ്ട്. ടെക്സ്റ്റ് ടൂൾ എടുക്കാം, അല്ലെങ്കിൽ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. ടി പ്രസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് എന്താ പേര് കൊടുക്കുക, മൈ ബ്യൂട്ടി എന്നോ അല്ലെങ്കിൽ മൈ ബ്യൂട്ടി എന്ന് കൊടുക്കാം. ബ്യൂട്ടി എന്നിട്ട് എൻ്റർ അടിച്ചതിന് ശേഷം ഇതിങ്ങനെ വലുതാക്കുവാണ് ഞാൻ. ഇപ്പോൾ ഓൾറെഡി ഞാൻ ലെയർ ബാക്കി ഇട്ടേക്കുവാണ് കേട്ടോ. കാണുമ്പോൾ പറയാം, ടെക്സ്റ്റ് ലെയർ ഞാൻ ഇതിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് ലെയർ വെച്ചത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ, അത് നമ്മൾ ഈ സബ്ജക്റ്റ് ലെയറിൻ്റെ താഴെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഈ എഫക്റ്റ് അല്ല വേണ്ടത്. അപ്പോൾ വലുതാക്കി വെച്ചിട്ടുണ്ട്. ദേ ഇങ്ങനെയാണ് ഞാൻ വെച്ചത്, മൈ ബ്യൂട്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് പുറകിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്നൊരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിയുടെ പുറകിൽ മറഞ്ഞു പോയിട്ടുള്ള ഈ സബ്ജക്റ്റിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ബ്യൂട്ടിയുടെ ബാക്കി വരുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ആ സ്പെല്ലിങ്ങുകൾ പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രോക്ക് എഫക്റ്റ് മാത്രം മുകളിൽ നിൽക്കുന്ന ഒരു എഫക്റ്റ്, അതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും ചെയ്തു വരുന്നത്. അതിനായിട്ട് ജസ്റ്റ് ആദ്യം നിങ്ങൾ ഇതൊന്ന് ഫിക്സ് ചെയ്യുക. ഈ ഒരു ടെക്സ്റ്റ് അവിടെ കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം എനിക്കിത് മതി. ഓക്കെ, ഞാനിങ്ങനെ അങ്ങ് വയ്ക്കുവാണ്. ഞാനിവിടെ മൈ ബ്യൂട്ടി എന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു. ആദ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് മുകളിലിട്ടേക്കാം തൽക്കാലം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ സബ്ജക്റ്റിനെ ഒന്ന് ഹൈഡ് ചെയ്തിടാം. അത് ഇവിടെ ഈ ഐ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ സബ്ജക്റ്റ് അങ്ങ് ഹൈഡ് ആവും. ഇനി ഇതിലൊരു പണിയുണ്ട്, അത് ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് തിരിച്ച് വലിച്ചിൻ്റെ അടി വയ്ക്കാം. ഇനി ഈ സബ്ജക്റ്റിൽ ഈ മൈ ബ്യൂട്ടി എന്ന് ഞാൻ എഴുതിയ ഈ സാധനത്തിന് നമ്മൾ സെലക്ഷൻ ടൂൾ എടുക്കുക. അതായത് നമ്മൾ ഈ മാർക്ക് ചെയ്ത് ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉണ്ടല്ലോ, അതായത് ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ തന്നെ കാണാം എന്താണ് അതിൻ്റെ പണി എന്നുള്ളത്. ഇവിടെ ഒരു പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്നതിനേക്കാളും നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഐസ്ക്രീം മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നുണ്ടോ, അങ്ങനെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്ന സംഭവമാണ്. അതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈ ബ്യൂട്ടി എന്നുള്ളത് മാത്രം അങ്ങ് സെലക്ഷൻ ആവും. കണ്ടല്ലോ. ഇനി Ctrl+Shift+N പ്രസ് ചെയ്യുക. അപ്പോൾ ന്യൂ ലെയർ അടിക്കേണ്ട ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ പുതിയൊരു ലെയറിന് ഇത് റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതൊരു പുതിയ ലെയറായിട്ട് മാറും. ഇനി നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ശ്രദ്ധിക്കുക, ഈ ലൊക്കേഷൻ എന്നുള്ളത് എവിടെയാണ് സ്ട്രോക്ക് വരേണ്ടത് അത് ഇൻസൈഡ് ആക്കുക. സെൻറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഔട്ടായിരിക്കും കിടക്കുന്നത്. ഇൻസൈഡ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തോ, കുഴപ്പമില്ല. ഈ ഇൻസൈഡോ ഔട്ട് സൈഡോ ഇതിൽ ഏത് വേണോ നിങ്ങൾ ഇട്ടോളൂ. ഞാനിപ്പോൾ തൽക്കാലം ഇൻസൈഡ് കൊടുക്കുവാണ്. അപ്പോൾ ഈ ലെയറിൻ്റെ അകത്തായിരിക്കും സ്ട്രോക്ക് വരാൻ പോകുന്നത്. മറ്റേ ഔട്ട് സൈഡ് ഇട്ടാൽ പുറത്തോട്ട് പിന്നും സ്ട്രോക്ക് വലുതാവും, കുറച്ചുകൂടി ലെറ്റർ വലുതാവും. മനസ്സിലായോ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ വിത്ത് തൽക്കാലം ഒരു 10 കിടക്കട്ടെ. 10 പിക്സൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ തന്നെയാണ്. ഓക്കെ ചെയ്തു. ഇനി ഒന്നും കാണാൻ വയ്യല്ലേ. ഇനി ഈ സെലക്ഷൻ കളയാൻ പോവാണ്. Ctrl+D പ്രസ് ചെയ്താൽ അതിൻ്റെ സെലക്ഷൻ അങ്ങ് പൊക്കോളും. അപ്പോൾ ഓൾറെഡി നമുക്കൊരു ലെയർ കിട്ടി. ഇത് ഞാനൊന്ന് ഹൈഡ് ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ ഒറിജിനൽ ടെക്സ്റ്റ് ഞാൻ ഹൈഡ് ചെയ്യാണ്. ഹൈഡ് ചെയ്തപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ഔട്ടർ മാത്രമുള്ളൊരു സംഭവം നമുക്കിവിടെ കിട്ടി.
ഇനി നമ്മൾ ഇതിനെ രണ്ടിനെ അങ്ങ് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് വിസിബിൾ ആക്കുകയാണ്. ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഒരു നമ്മുടെ ചെയിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, പൂട്ടിടുന്നു. അതായത് ഈ ലെയറിനെല്ലാം ലിങ്ക് ചെയ്യാണ്. ആ പൂട്ടിൽ ഞെക്കുമ്പോൾ, അതായത് ആ ഒരു ചെയിനിൽ ഞെക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ലെയറും ലിങ്കായി. ഇനി ഏത് ലെയർ സെലക്ട് ചെയ്തിട്ട് നീക്കിയാലും ഇത് രണ്ടും ഒരുമിച്ചേ മൂവ് ചെയ്യൂ, വലുതാക്കിയാലും ചെറുതാക്കിയാലും. ഓക്കെ, അപ്പം അങ്ങനെയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൈ ബ്യൂട്ടി എന്നിരിക്കുന്ന ഒറിജിനൽ ലെയർ ഉണ്ടല്ലോ, ഈ കോപ്പി എടുത്തതല്ല, ഇത് നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ താഴെ കൊണ്ടുവരാം. അതിന് മുമ്പ് സബ്ജക്റ്റിനെ ഞാനൊന്ന് വിസിബിൾ ആക്കുവാണ്. ഓക്കെ, ഇനി ഈ ഒരു ലെയർ മാത്രം ക്ലിക്ക് ചെയ്ത് സബ്ജക്റ്റിൻ്റെ താഴെ കൊണ്ടുവന്നപ്പോൾ തന്നെ പരിപാടി കഴിഞ്ഞു. നിങ്ങളിവിടെ നോക്കി നിങ്ങൾക്ക് കാണാം, നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി മൂവ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ഓടിച്ചു നോക്കിയാൽ നിങ്ങൾ എങ്ങനെ വെച്ചാലും കണ്ടോ, എങ്ങനെയുണ്ട്? ഇത് സൂപ്പർ അല്ലേ? നിങ്ങൾ ഇനി എവിടെ കൊണ്ട് വെച്ചാലും ആ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കാണും, കണ്ടല്ലോ. ഇനി നമുക്കൊരു വേറെ കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ ഈ ഈയുടെ ഭാഗമൊക്കെ കാണാൻ പറ്റും, കാരണം ഇവിടുത്തെ ഡാർക്കായിട്ടുള്ള സബ്ജക്റ്റിൽ കുറച്ച് ഡാർക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഒന്ന് സിമ്പിളാണ് പരിപാടി. നമ്മളിവിടെ ഒരു ലെയർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ മുകളിലത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ യു പ്രസ് ചെയ്യുക. യു പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ കളറൈസ് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ലൈറ്റ് ആക്കിയാൽ ആ കളർ മാറുന്ന കാണാം. കണ്ടോ, ഈ ലൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഇത് മാറ്റാം, ലെറ്ററിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. കണ്ടോ, സിമ്പിൾ പരിപാടിയാണ്. കണ്ടോ, ഇങ്ങനെ കളർ മാറ്റാം. എന്നിട്ട് അതിനനുസരിച്ച് ലൈറ്റ് കൂട്ടാം, കുറയ്ക്കാം, വെള്ളയാക്കാം. ഈ ലൈറ്റ്നസ് ഫുള്ളാക്കി കഴിഞ്ഞാൽ വെള്ളയായി. ഇനി നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചാലും അത് കാണാൻ പറ്റും. കണ്ടോ, ഇത്ര പരിപാടിയേ ഉള്ളൂ, കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ കളർ മാറ്റണമെന്നുണ്ട്. അതായത് ഈ കറുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊന്നുമില്ല, അതൊരു ടെക്സ്റ്റ് ലെയറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. അപ്പോൾ ഇവിടെ മുകളിലായിരിക്കും ഈ കോളം വരുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ ഈ താഴെ സൈഡിലത്തെ ഈ ഒരു ഇത് കാണാനില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരും. എന്നിട്ട് ഇവിടെ ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇവിടെ കൊടുക്കാം. ഇനി മൂവ് ടൂൾ എടുത്തിട്ട് ഞാൻ മൂവ് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഫോണ്ടും എല്ലാം പക്കയാക്കുക. ഏത് ഫോണ്ടാണ് വേണ്ടത് എല്ലാം നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് വെച്ചതിന് ശേഷം ഓക്കെ, ഞാനിതിവിടെ ഫിക്സ് ചെയ്യുകയാണ്. ഇതിവിടെ വെച്ചു. ഇനി ഈ ഫോണ്ട് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന വർക്കിൽ കസ്റ്റമറിന് ഈ ഒരു ഫോണ്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പറയും. ഈ ഫോണിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സബ്ജക്റ്റും ഇങ്ങനെ മാറ്റാം കേട്ടോ. ഞാനിവിടെ വെച്ചു. ഇപ്പോൾ ഈ ഫോണ്ട് നിങ്ങൾ അയച്ചു കൊടുത്ത ക്ലയൻറ്റിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഈ ഫോണ്ട് മാറ്റി കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് മാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നുമില്ല, ഇത് ഞാൻ ഹൈഡ് ചെയ്യുക, അതങ്ങ് കളയുക, എന്നിട്ട് പുതിയ എടുക്കുക. ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ഇവിടെ വന്ന് നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് എടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ മൈ എന്നുള്ള ഓപ്ഷൻ ഇത് വേണ്ട, മൈ എന്ന ആ ലെറ്റർ വേണ്ട, അതും കളയുകയാണ്. ബ്യൂട്ടി മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇതേ ഇങ്ങനെ വയ്ക്കുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കുക. ഇങ്ങനെ മൊത്തത്തിലൊന്ന് വരയ്ക്കുക, വിട്ടു കൊടുക്കുക. അപ്പോൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ ആ ഒരു ലെറ്ററിനെ സെലക്ട് ചെയ്യുന്നു. ഇനി കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഒരു ലെയർ ക്രിയേറ്റ് ആവുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, സ്ട്രോക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോർമലി ചെയ്തതുപോലെ തന്നെ ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട് സൈഡ് കൊടുക്കുക. ഇനി ഔട്ട് സൈഡ് കൊടുത്ത് കാണിച്ചു തരാം. ഔട്ട് സൈഡ് കൊടുക്കുക. ഇവിടെ ഏത് കളറോടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പിന്നീടും അത് മാറ്റാം. അതുകൊണ്ട് അതിപ്പോൾ മാറ്റണ്ട, ബ്ലാക്ക് തന്നെ കീപ്പ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. കണ്ടോ, ഔട്ട് സൈഡിൽ ആ ലെയർ വന്ന കണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനങ്ങ് കളയുന്നു. എന്നിട്ട് ഇതിനൊരു സെലക്ഷൻ കിടക്കുന്നുണ്ടോ, അത് കളയാൻ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കൺട്രോൾ ഡി പ്രസ് ചെയ്യുമ്പോൾ ഡി സെലക്ട് ആയി പൊക്കോളൂ, സെലക്ഷൻ പോയി. ഇപ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെറ്റർ ഒന്നും മാറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഈ കാണുന്ന പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ലെയറിനെ സബ്ജക്റ്റിൻ്റെ മുകളിലിടുക. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ച് മാറ്റിയാൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതിന് പകരമായിട്ട് നമ്മൾ ഈ താഴെ കിടക്കുന്ന ഒറിജിനൽ ലെയറും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെയറും കൂടി സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മറ്റേ ലെയറോടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ രണ്ട് സെലക്ട് ആയേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? താഴെ കാണുന്ന ഈ ലോക്ക് ബട്ടൺ, അതായത്
ഈ ചെയിനിൻ്റെ വടം കണക്ക് കിടക്കുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും അങ്ങ് ലോക്കായി. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചാണ്, അതിന് മാറ്റിയാൽ നിങ്ങൾക്ക് അറിയാൻ കണ്ടോ. അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് താഴെ ഇവിടെ വേസ്റ്റ് കൂട്ടൻ്റെ പടം കാണും, അതിലേക്ക് വിട്ട് കൊടുക്കുക, അതങ്ങ് പൊക്കോളും. ഇനി നമ്മൾ മൂവ് ടൂൾ എടുത്തിട്ട് ഇതിനെ മൂവ് ചെയ്ത് നോക്കിയേ, പഴയ കണക്ക് പിന്നെ സെറ്റായല്ലേ. കണ്ട അതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ ചെയ്തത് എന്താ, ഒരു ഇമേജിനെ, അതായത് ഒരു ഇമേജിനെ അതിൽ സബ്ജക്റ്റിനെ മാത്രം കട്ട് ചെയ്തെടുത്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ബാക്കിൽ ഇതുപോലെ ടെക്സ്റ്റ് വരുന്ന എഫക്റ്റാണ് ചെയ്തത്. അപ്പോൾ റിമൂവ് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഇനി അതേ സെയിം ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം, പക്ഷേ ആളിൻ്റെ പുറകിൽ ഇതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ദേ ഇവിടെ നമ്മൾ ഓൾറെഡി മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഏതൊരു ഇമേജ് എടുത്താലും ആദ്യം ഇതുപോലെ അങ്ങ് മാസ്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, Ctrl+J പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെയായി. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്തു വെച്ച ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ രണ്ട് ടെക്സ്റ്റും കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ വലിച്ച് ഇപ്പുറത്തെ ലെയറിലോട്ട് കൊണ്ടുവരുവാണ്. ഇവിടെ കൊണ്ടുവന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇവിടെ നമുക്കത് വെക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മൾ പോർട്രേറ്റ് ആണ് എടുത്തത്, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെന്നാലും ഈ തലയുടെ ഇവിടെയോ ഇവിടെ തൽക്കാലം ഇങ്ങനെ വെച്ചേക്കാം, ഇത് നമുക്ക് മാറ്റാം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോട്ടോ സൂം ചെയ്ത് വയ്ക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒറിജിനൽ ബ്യൂട്ടി എന്നുള്ള ഒറിജിനൽ ടെക്സ്റ്റ് ലെയർ ഇതിൻ്റെ താഴെ, ഈ ഒരു ലെയറിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്നു. അതിൻ്റെ മുകളിൽ ഒരു ലെയറുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ സ്ട്രോക്ക് ചെയ്ത ലെയറും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത് ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ കൊടുക്കാതെ ഇതിൻ്റെ സെയിം ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഓൾറെഡി മാസ്ക് ചെയ്ത ഈ ഒരു മാസ്കിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടിരുന്നെങ്കിൽ ഈ മാസ്ക് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ മാസ്ക് അങ്ങ് റിമൂവ് ചെയ്യണം. ഈ മാസ്ക് എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാം, ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഈ മാസ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ അതങ്ങ് പോയി, ആ മാസ്ക് അങ്ങ് ഹൈഡായി. ഇനി ഇവിടെ ഓൾറെഡി ഒരു ലെയർ കിടപ്പുണ്ട്, അതെന്ത് ലെയറാണ് കിടക്കുന്നത്, ബാക്കിലത്തെ മാറ്റിക്കളയാം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് മാത്രമുള്ള ലെയറാണ് നമ്മൾ ഈ മുകളിൽ ഇട്ടിരിക്കുന്നത്, താഴെ ബാക്ക്ഗ്രൗണ്ടും ഇട്ടിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ടെക്സ്റ്റ് പിടിച്ച് മൂവ് ചെയ്താൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അതിങ്ങനെ വരും. കണ്ടല്ലോ, കൊള്ളാം അല്ലേ. എങ്ങനെയുണ്ട് പരിപാടി, കണ്ടല്ലോ. യെസ്, ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.